നിയമസഭാ കക്ഷി നേതാവിനെ ചൊല്ലി ബി.ജെ.പിയിൽ ഭിന്നത. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ദേശീയ എക്സിക്യൂട്ടീവ് അംഗം വി മുരളീധരനും തമ്മിലാണ് തർക്കം. 3 സീറ്റുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രം കുറിച്ചതിന്റെ ശോഭ കെടുത്തുന്ന തർക്കമാണ് ബി.ജെ.പിയിൽ നടക്കുന്നത്. നിയമസഭാ സമ്മേളനം തുടങ്ങിയിട്ടും 3 എം.എൽ.എമാർ മാത്രമുള്ള പാർട്ടിക്ക് ഇതുവരെ കക്ഷി നേതാവിനെ നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കേന്ദ്ര നേതാക്കൾ സംസ്ഥാനത്തെത്തിയപ്പോൾ നടത്തിയ ആലോചനയിൽ ഭൂരിപക്ഷ പിന്തുണ വി മുരളീധരനായിരുന്നു. പിന്നീട് സംസ്ഥാന കോർ കമ്മിറ്റി ചേർന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അതിനോട് വിയോജിച്ചു. കക്ഷി നേതാവാകണ നിലപാടിൽ രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും ഉറച്ചു നിൽക്കുന്നത് മൂലമാണ് തീരുമാനത്തിലെത്താനാകാത്തത്. സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ നിയമസഭാ കക്ഷി നേതൃസ്ഥാനം കൂടി ഏറ്റെടുത്താൽ 2 പദവിയാകുമെന്നാണ് വി മുരളീധരനെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത്. തർക്കം മുറുകിയതോടെ വിഷയം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുത്തേക്കുമെന്നാണ് സൂചന. സംസ്ഥാന അധ്യക്ഷൻ തന്നെ നിയമസഭാ കക്ഷി നേതാവായി തുടരാനാണ് കേന്ദ്ര നിർദ്ദേശമെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ നേതൃസ്ഥാനത്തെത്തും എന്ന് നിയമസഭയിൽ സ്പീക്കറെ അഭിനന്ദിച്ച് സംസാരിച്ചത് രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു. രാജീവ് ചന്ദ്രശേഖർ നിയമസഭാ കക്ഷി നേതാവായാൽ വി മുരളീധരൻ നിയമസഭാ കക്ഷി സെക്രട്ടറിയും ബി ഗോകുമാർ വിപ്പുമായേക്കുമെന്നാണ് ഔദ്യോഗിക പക്ഷത്തെ നേതാക്കൾ പറയുന്നത്. എന്നാൽ പാർലമെന്റ് രാഷ്ട്രീയത്തിൽ പരിചയസമ്പന്നനായ വി മുരളീധരനെ നിയമസഭാ കക്ഷി നേതാവാക്കാൻ സമ്മർദ്ദം ശക്തമാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.